ಜಗದೋದಾರನ ಜಗದೋದಾರನ ಆಡಿಸಿದಲೆ ಶೋದೆ ಜಗದೋದಾರನ ಆಡಿಸಿದಲೆ ಶೋದೆ ಜಗದೋದ್ಧಾರನ ಮಗನೆಂದು ತಿಳಿಯುತ್ತ ಜಗದೋದ್ಧಾರನ ಮಗನೆಂದು ತಿಳಿಯುತ್ತ ಸುಗುಣಾಂತ ರಂಗನ ಆಡಿಸಿದಳೆ ಶೋದೆ ಸುಗುಣಾಂತ ರಂಗನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋದಾರನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋದಾರನ ಪರಮ ಪುರುಷನ ಪರವಾಸುದೇವನ ಪರಮ ಪುರುಷನ ಪರವಾಸುದೇವನ ಪರಮ ಪುರುಷನ ಪರವಾಸುದೇವನ ಪುರಂದರ ವಿಠಲನ ಆಡಿಸಿದಳೆ ಶೋದೆ ಪುರಂದರ ವಿಠಲನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋದಾರನ ಆಡಿಸಿದಳೆ ಶೋದೆ
ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായി പ്രയാഗ എസ് കൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. താങ്ക് യു പ്രയാഗ. മീഡിയം ഏജ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ് ഫോട്ടോഗ്രാഫിയെ മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മ എന്നതിലുപരി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് എന്നും ഒരു താങ്ങായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫി എന്ന ചിത്രഭാഷയിലൂടെ തങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനും പ്രകൃതിക്കും എന്തൊക്കെ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും അതിനായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ കൂടിയാണിത്. മീഡിയം ഏജ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ 3ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ക്ലബിൻ്റെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഹ്രസ്വ വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ലെറ്റ്സ് വാച്ച് ഇറ്റ് ടുഗദർ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് പെട്ടെന്നൊരു ആപത്തുണ്ടായാൽ അവർക്കൊരു കൈത്താങ്ങാവുക, അവരെയും നമ്മോടൊപ്പം കൈപിടിച്ചു നടത്തുക എന്ന ലക്ഷ്യത്തോടെ ജാതി, മത, രാഷ്ട്രീയ സംഘടനകൾക്ക് അതീതമായി കഴിഞ്ഞ 2 വർഷക്കാലമായി മീഡിയ മേറ്റ്സ് ഫാമിലി ക്ലബ് എന്ന കൂട്ടായ്മയിലൂടെ നിരവധി പേർക്ക് കൈത്താങ്ങാവാനും അവരെ നമ്മോടൊപ്പം കൈപിടിച്ചു നടത്തുവാനും കഴിഞ്ഞു എന്ന് ചാരിതാർത്ഥ്യത്തോടെ ഒപ്പം അഭിമാനത്തോടും പറയാം. ഈ കൂട്ടായ്മയിൽ നിന്നും കിട്ടിയ ഊർജവും എല്ലാ അംഗങ്ങളിൽ നിന്നും കിട്ടിയ സഹകരണവും അതിലുപരി അവരുടെയൊക്കെ ആത്മാർത്ഥതയിൽ നിന്നുമാണ് ഫോട്ടോഗ്രാഫി എന്ന കലയിലൂടെ നമുക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും മാത്രമല്ല നാം ജീവിക്കുന്ന സമൂഹത്തിനും നമ്മൾ നിലനിൽക്കുന്ന പ്രകൃതിക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നുമാണ് മീഡിയ മേറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ് എന്ന ആശയം രൂപം കൊണ്ടത്. 1000 വാക്കുകളേക്കാൾ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒറ്റ ചിത്രത്തിന് കഴിയുമെന്നത് വിയറ്റ്നാം യുദ്ധത്തിന്റെ തീവ്രത മുഴുവൻ ഒപ്പിയെടുത്ത നിക്കിന്റെ ചിത്രത്തിലൂടെയും സൗത്ത് ആഫ്രിക്കയുടെ ഭക്ഷ്യക്ഷാമത്തിന്റെ മുഖം ഒപ്പിയെടുത്ത കെവിൻ കാർട്ടറിന്റെയും ചിത്രത്തിലൂടെ കാലം ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുത്തതാണ്. നമ്മുടെ ചിത്രങ്ങളിലൂടെ പ്രകൃതിക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും പ്രകൃതിക്ക് നാശം വിതയ്ക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും കുട്ടികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും അവരെ ബോധവാന്മാരാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക. കുട്ടികൾക്കായി പ്രകൃതി സംരക്ഷണ സെമിനാറുകളും ചിത്ര പ്രദർശനങ്ങളും
ഫോട്ടോഗ്രാഫി മത്സരങ്ങളും സംഘടിപ്പിക്കുക. അവർക്ക് വനത്തെയും വന്യജീവികളെയും കുറിച്ച് ശരിയായ അറിവ് പകർന്നു നൽകുക. ഒപ്പം അംഗങ്ങളുടെ മാനസിക വളർച്ചയ്ക്കും തൊഴിൽപരമായ പുരോഗതിക്കും വേണ്ടി ഫോട്ടോ, വീഡിയോഗ്രാഫി പ്രദർശനം, സെമിനാർ, പഠനയാത്രകൾ, കുടുംബ സംഗമം എന്നിവ നടത്തുക. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കാലികമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അംഗങ്ങൾക്കിടയിൽ സർഗശേഷി വളർത്തുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. പ്രകൃതി സംരക്ഷണത്തിന് സഹായകരമായ പ്രവർത്തനങ്ങൾ കൂട്ടായോ സമാന ചിന്താഗതിയുള്ള കൂട്ടായ്മകളുമായോ ചേർന്ന് സംഘടിപ്പിക്കുക തുടങ്ങി നിരവധി ലക്ഷ്യങ്ങളാണ് മീഡിയ മേറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിലൂടെ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്കായി എല്ലാ സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു ഓൾ. മീഡിയ മേറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സമാപന സമ്മേളന വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ പ്രവീൺ പ്രണവത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഫാമിലി ക്ലബിലെ അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മീഡിയ മാക്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ 3ാമത് വാർഷികാഘോഷ വേദിയിൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്, ഒപ്പം ദുഃഖവുമുണ്ട്. കാരണം ഈ കൂട്ടായ്മയുടെ തുടക്കം മുതൽ നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും കൂടെ നിന്നിരുന്ന ഈ കൂട്ടായ്മയെ തൻ്റെ ജീവനുതുല്യം സ്നേഹിച്ച അനിൽ ഫോക്കസ് ചേട്ടൻ നമ്മെ വിട്ടു പോയിട്ട് ഒരുപാട് നാളുകളായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ ക്ലബിന് എന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. മീഡിയ മേറ്റ്സ് നേച്ചർ ക്ലബിൻ്റെ 3ാമത് വാർഷിക ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ഒരു സ്വാഗത പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം എല്ലാ മേഖലയെക്കുറിച്ചും വളരെ മനോഹരമായി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളാണ് നമുക്കിന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം ഉള്ളത്. എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീഡിയ മാക്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് എന്നത് ഫോട്ടോഗ്രാഫിയെ മാത്രം സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയല്ല. അതിലുപരി തൻ്റെ ചുറ്റുപാടുകളെയും തൻ്റെ സഹപ്രവർത്തകരെയും താൻ ജീവിക്കുന്ന സമൂഹത്തിനോടുമൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ മേഖലയിൽ ഉള്ള ഒരുപാട് സംഘടനകൾ നിലവിലുണ്ട്, ക്ലബ്ബുകൾ നിലവിലുണ്ട്. അവരൊക്കെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. പക്ഷേ ഈ കൂട്ടായ്മ അതിനൊക്കപ്പുറം നമ്മുടെ കടമയെക്കുറിച്ചും കർത്തവ്യത്തെക്കുറിച്ചും ബോധവാന്മാരാവുകയും നമുക്ക് ഈ സമൂഹത്തിന് നമ്മളിലൂടെ എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുമാണ് എപ്പോഴും ചിന്തിക്കുന്നതും അതിലേക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് മീഡിയ മാക്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ്ബ്. നമുക്ക് ഒരുപാട് എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എഴുതി വയ്ക്കപ്പെടാത്ത ഒരുപാട് പ്രകൃതി നിയമങ്ങൾ നമുക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ, നഷ്ടപരിഹാര നിയമം. PC അനിൽകുമാർ സാറ് അതിനെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മളൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ മനുഷ്യരെ കൊണ്ട് ഈ ഭൂമിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. വ്യക്തികൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്,
ജീവജാലങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്, പ്രകൃതിക്ക് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലയളവിൽ നമ്മളെ കൊണ്ടുണ്ടാക്കുന്ന നഷ്ടത്തിൻ്റെ പരിഹാരം നൽകാൻ നമ്മൾ ബാധ്യത ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോഴേക്കും ഈ ഭൂമിയിലെ കടക്കാരായി മാറും. ഈ ഭൂമിയോട് നമുക്ക് എന്തെങ്കിലും കടപ്പാടുണ്ട്, ആ കടപ്പാട് നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പരമാവധി കൈപ്പറ്റാൻ മാത്രം ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കോടതിയിൽ നമ്മുടെ കടം രേഖപ്പെടുത്തും. അതിനായി നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ നമ്മൾ കയ്യിലുള്ളവരായി മാറണം. അതിനായി നമ്മളൊരു ആന്തരികമായ സമ്പന്നത ഉള്ളവരായി മാറണം. നമ്മൾ മനുഷ്യർ എന്ത് കാര്യം ചെയ്താലും നമ്മൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും. നമ്മൾക്കൊരു ഉപകാരം ഒരാൾക്ക് ചെയ്താലും അതിലൂടെ എനിക്കെന്ത് പ്രയോജനം കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മൾ ഏത് കാര്യം എടുത്താലും, ജോലിയുടെ കാര്യം എടുത്താലും, ബന്ധങ്ങളുടെ കാര്യം എടുത്താലും, ഈശ്വര വിശ്വാസത്തിൽ പോലും കച്ചവട മനോഭാവം കൊണ്ട് നടക്കുന്നവരാണ് ഏറെയും. ഈ കച്ചവട മനോഭാവം എവിടെ നിന്നാണ് വന്നത്? ഈ പ്രകൃതിയുടെ തന്നെ ഒരു സ്വഭാവമാണത്. കാരണം പ്രകൃതി ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല. പ്രകൃതി ഒരുപാട് നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുകയും അതുപോലെ നമ്മളിൽ നിന്ന് പലതും കവർന്നെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു മേഖലയാണ്. അപ്പം ആ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന നമ്മളിലും കൊടുക്കുക, എടുക്കുക എന്നീ രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യർ ബോധപൂർവം ബുദ്ധി ഉപയോഗിച്ച്, വക്രബുദ്ധി ഉപയോഗിച്ച് എപ്പോഴും എടുക്കുക മാത്രം ഒരു ശീലമാക്കുമ്പോൾ നമ്മൾ കടക്കാരായി മാറും. അതുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെ നേടിയിട്ടും അകാരണമായ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജോലിയുടെ കാര്യം എടുക്കാം. നമുക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി നമ്മൾ ജോലിക്ക് വേണ്ടി പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് അവിടെ എന്ത് ജോലിയാണുള്ളത്, എന്ത് തരം ജോലിയാണ്, നിങ്ങൾ എന്ത് ടാസ്ക്കാണ്, ഇതൊന്നും അല്ല, എത്ര ശമ്പളം കിട്ടും, ഇതാണ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്. നമുക്കും ഒരു ജോലി കിട്ടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എത്ര ശമ്പളം കിട്ടുമെന്നാണ്. അപ്പോൾ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി മാത്രം എന്ന ഒറ്റ നിഗമനത്തിലാണ് അധികം ആൾക്കാരും എത്തിച്ചേരുന്നത്. അത് കാരണം ജോലിയിൽ നിന്ന് ശമ്പളം മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ. ജോലിയും ജോലി സ്ഥലവും ക്രമേണ നമുക്കൊരു ഭാരമാവും. ജോലി സ്ഥലം നമുക്കൊരു തലവേദനയാവും. നമ്മുടെ സന്തോഷവും സമാധാനവും എവിടെയാണ് കിടക്കണമെന്ന് ചോദിച്ചാൽ ഊട്ടിയിലും കൊടൈക്കനാലിലും ഗോവയിലും ഒക്കെ ആണെന്ന് പറയും. കാരണം എല്ലാ ജോലി ചെയ്യുന്നവരും, ഏകദേശം എല്ലാവരും അല്ല, മിക്കവാറും ജോലി ചെയ്യുന്നവരും ആ ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ റിലാക്സേഷന് വേണ്ടിയിട്ട് അവർക്ക് പല സ്ഥലത്തും പോകേണ്ടി വരും. പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല. ജോലിയിൽ നിന്ന് ആനന്ദത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ നിന്ന് ആനന്ദവും കിട്ടും, ശമ്പളവും കിട്ടും. ജോലിയോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുമ്പോൾ സംതൃപ്തി നമുക്ക് തിരിച്ചു കിട്ടും. ജോലിയോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ ജോലിയിൽ നിന്ന് സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. ജോലിയോട് നമ്മൾ പ്രതിബദ്ധത കാണിച്ചാൽ ജോലി തിരിച്ച് ആത്മാർത്ഥതയും സംതൃപ്തിയും സന്തോഷവും ഒപ്പം ശമ്പളവും നമുക്ക് കിട്ടും. ഇനി ബന്ധങ്ങളുടെ കാര്യം എടുത്താലും നമ്മളെപ്പോഴും സുഹൃത്ത് ബന്ധത്തിൻ്റെ കാര്യമായിരുന്നാലും ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ കാര്യമായിരുന്നാലും എല്ലാ ബന്ധങ്ങളിലും നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തിനെ അന്വേഷിക്കുന്നവരാണ്. എൻ്റെ ആപത്തിന് ഉപകരിക്കുന്ന, എന്നെ കേൾക്കാൻ, എന്നെ പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തിനെ തേടിയാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. ആരും എനിക്ക് അവൻ്റെ നല്ല സുഹൃത്താവണം, അല്ലെങ്കിൽ എനിക്ക് അയാളുടെ നല്ല സുഹൃത്താവണം, എനിക്ക് അയാളെ കേൾക്കണം, അയാളെ പരിഗണിക്കണം, ഇങ്ങനെ ആരും ചിന്തിക്കാറില്ല. ഇനി ഭാര്യാഭർത്ത ബന്ധം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വധു വരനിൽ നിന്ന് തനിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോട്ട് എണ്ണി അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരൻ തിരിച്ച് വധുവിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും അവരെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ടിരിക്കുകയാണ്. ആരും താൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ വധുവിനെ അല്ലെങ്കിൽ വരന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനാണ്, അവരെനിക്ക് സ്നേഹിക്കണം, അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം, ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവരും തനിക്ക് വേണ്ടി ജീവിക്കാൻ, തന്നെ പരിഗണിക്കാൻ ആരെങ്കിലും ഒരാൾ വരും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ രണ്ടുപേരും കൊടുക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് രണ്ടുപേര് കൈനീട്ടി നിൽക്കുമ്പോൾ കൊടുക്കാൻ ഇപ്പോൾ അവിടെ ആരാളുള്ളത്? കൊടുത്താൽ പോലും കിട്ടാതെയാണ് പല ഇമോഷൻസും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ കിട്ടുകയില്ല. നമ്മൾ എടുത്തിട്ട് കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ കൊടുത്തതിന് ശേഷം എടുക്കുക എന്നതാണ് എപ്പോഴും, നമുക്ക് കൊടുക്കുന്നവരാണ് എപ്പോഴും മുൻഗണന, വാങ്ങുന്നവർ അതിന് താഴെ നിൽക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമുക്ക് കിട്ടാനുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലിസ്റ്റുണ്ട്. അതിൻ്റെ ലെങ്തും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാനുള്ളതിൻ്റെ ലെങ്തും തുല്യമാവുമ്പോഴാണ് ജീവിതത്തിലൊരു മനോഹരമായ അവസ്ഥ ഉണ്ടാവുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ഈ പ്രപഞ്ചത്തിൽ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ സമൂഹത്തിൽ പഠിച്ചു, ജോലി വാങ്ങിച്ചു, അത് കഴിയുമ്പോൾ എനിക്കൊരു കുടുംബമായി, ഞാനായി, എൻ്റെ കൊച്ചായി എന്ന് ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്. പഠിക്കുന്ന കാലം വരെയും സർക്കാരിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് സർക്കാരാണ് ശമ്പളം കൊടുത്തത്. അത് ജനങ്ങളിൽ നിന്നും കൊടുത്ത ടാക്സ് കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുത്തത്. അപ്പോൾ നമ്മൾ പഠിച്ച് വലിയൊരാളാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിച്ചതിൽ ഈ സമൂഹത്തിന് വലിയൊരു പങ്കുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
നമ്മളെല്ലാം പറയും നമ്മളെ മാതാപിതാക്കളാണ് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയെന്ന്. തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയതിന് ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും ഒക്കെ പ്രതിബദ്ധതയുണ്ട്. എന്നിരിക്കെ നമ്മൾ നല്ലൊരു നിലയിലാവുമ്പോൾ ആ സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധതയുള്ളവരാവണം. ഒരിക്കലും അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമുക്ക് തനിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ചായ ഉണ്ടാക്കാൻ കൂടി നമുക്ക് തനിച്ച് സാധിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നല്ലേ നിങ്ങൾക്ക് എനിക്കൊരു ചായ തനിച്ചുണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ എന്താ ചെയ്യാമെന്ന് പറയും. പക്ഷേ നിങ്ങൾ തനിച്ചൊരു ചായ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിരാവിലെ തേയിലത്തോട്ടങ്ങളിൽ പോയി തനിച്ച് തേയിലത്തോട്ടങ്ങളിൽ പോയി കൃഷി ചെയ്ത് തേയില ഉണ്ടാക്കണം, കരിമ്പിൻ കൃഷി ചെയ്ത് പഞ്ചസാര ഉണ്ടാക്കണം, ഈ ഖനികളിൽ പോയി പണി ചെയ്ത് ഗ്യാസ് കൊണ്ടുവരണം. ഇതൊക്കെ ചെയ്താണ് ഒരു ചായ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ചായയുടെ ഒരു ഫൈനൽ മിക്സ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു ചായ കുടിക്കുന്നതിന് പിന്നിൽ നിരവധി പേരുടെ അധ്വാനത്തിൻ്റെ ഫലമുണ്ട്. അപ്പോൾ നമ്മൾ പറയും അവർക്കൊക്കെ നമ്മൾ അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നില്ലേ എന്ന്. തീർച്ചയായും കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇതിനെക്കാട്ടിയും കുറച്ച് മെച്ചപ്പെട്ട ജോലി ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് തീരുമാനിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോൾ അവരെ കുറേ പേരുടെ ജീവിതം അങ്ങനെയെന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. പ്രപഞ്ചം, മനുഷ്യൻ, പ്രകൃതി ഇതെല്ലാം ഒരു പരസ്പര സഹകരണത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മളെല്ലാം ഒരു ചങ്ങലയുടെ ഒരു കണ്ണി മാത്രമാണ്, അല്ലാതെ ഒരു ഇരുമ്പിൻ കഷ്ണമല്ല. ഒരു ചങ്ങലയുടെ കണ്ണിയാകുന്ന ഇരുമ്പിൻ കഷ്ണമാണ് നമ്മൾ. ഈ പ്രപഞ്ചമാകുന്ന ചങ്ങലയുടെ ഒരു കണ്ണി ആയിരിക്കെ നമ്മുടെ ബലക്കുറവ് പോലും ഒരു ചങ്ങലയുടെ ഒരു കണ്ണിയുടെ ബലക്കുറവ് ആ ചങ്ങലയുടെ മുഴുവൻ ബലത്തെയും ബാധിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ചങ്ങലയുടെ ഒരു കണ്ണിയായിരിക്കെ നമ്മുടെ ബലക്കുറവ് കൊണ്ട് ഈ പ്രകൃതിക്ക് ഒരു നഷ്ടം സംഭവിക്കാതെ നമ്മൾ സന്തോഷമുള്ളവരായും പങ്കുവയ്ക്കുന്നവരായും സന്തോഷമുള്ളവരായും ഇരുന്നാൽ തന്നെ അത് പ്രകൃതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്. ഈ ലോകത്ത് ജീവിച്ചിട്ട് ഇവിടുന്ന് എത്രമാത്രം കൺസ്യൂം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാളെ നമ്മൾ മരണശേഷം ഓർത്തിരിക്കുന്നത്. ഈ പ്രകൃതിക്കും ഈ സമൂഹത്തിനും എന്ത് സംഭാവന ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ എപ്പോഴും ഈ സമൂഹം ഓർത്തിരിക്കുന്നത്. നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ നമ്മളിവിടം വിട്ടു പോയാലും നമ്മളെ അടയാളപ്പെടുത്താൻ, നമ്മളെ ഓർക്കാൻ തരത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിവുള്ളവരായി നമ്മളെല്ലാം മാറണം. അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ മീഡിയ മാക്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ്ബ്. ഈ കൂട്ടായ്മയുടെ നന്മയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കേന്ദ്രം ഇനിയും വളർന്ന് വികസിച്ച് എല്ലാവരിലോട്ടും എത്തിച്ചേരട്ടെ എന്നും ഈ കൂട്ടായ്മയിൽ ഒരിക്കലും എനിക്കെന്ത് കിട്ടും എന്ന ചിന്ത ഒരിക്കലും കടന്നു വരരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഫോട്ടോഗ്രാഫർമാരെടുത്ത ഫോട്ടോകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞു ഫോട്ടോഗ്രാഫി മാഗസിൻ, കഥ പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി മാഗസിൻ ചെയ്യണമെന്നത് ഈ കൂട്ടായ്മയുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ കവറിൻ്റെ പ്രകാശനം നമ്മൾ നിർവഹിക്കുകയുണ്ടായി. എന്നാലും ഇത്രയും സമയത്തിനിടയിലും നമുക്ക് അവസാന സമയത്താണ് നമ്മൾ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അതിനെ എത്തിച്ചത്. അതിൻ്റെ ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ തീർച്ചയായും ഞാൻ ആ ചുമതല ഏറ്റെടുത്തത് ഞാൻ അതിന് പ്രാപ്തനായതുകൊണ്ടല്ല. തീർച്ചയായും അത് ഞാൻ പ്രാപ്തനല്ല എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇത് നിങ്ങളെല്ലാവരും ഇതിനെ ഏറ്റെടുത്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഇതിനെ നല്ല രീതിയിലുള്ള ഒരു മാഗസീനാക്കി നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അത്തരത്തിലൊരു സംരംഭം ഏറ്റെടുത്തത്. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരവും കൂടെ ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ പ്രകാശനം ബാലൻ സാറ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു IAS അവർക്ക് നൽകിക്കൊണ്ട് ഇന്ന് അതിൻ്റെ പ്രകാശനം ഇവിടെ നടത്തുകയാണ്. ആ ഒരു സംരംഭം നിങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഈ വേദിയിലേക്ക് ഇന്നെത്തിയ വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യാനുള്ളത് യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ മീഡിയ മാക്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ പ്രസിഡൻറ്റുമായ ഉണ്ണീസ് അനിൽകുമാർ പാറശാല അദ്ദേഹത്തെയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കൂട്ടായ്മയുടെ എല്ലാ കണ്ണികളെയും വിളക്കിച്ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും അവാർഡ് ജേതാക്കൾക്ക് അവാർഡ് വിതരണം ചെയ്യാനും സ്നേഹാദരവും ഗുരുവന്ദനവും ഒക്കെ നൽകാനായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു IAS അവർക്കാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരുപാട് വകുപ്പുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്. പലപ്പോഴും അദ്ദേഹം ഒരു വകുപ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതികൾ അദ്ദേഹം മറ്റെത്ര വകുപ്പുകളിലോട്ട് തിരിച്ച് പോയാലും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ബാലൻ സാറിനോട് നമ്മൾ പറഞ്ഞു, സാറിനെ നമുക്ക് വേദിയിൽ ഉദ്ഘാടകനായിട്ട് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്.
സാറ് പറഞ്ഞ് ഞാൻ വിളിച്ച് പറയാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ആദരണീയനായ ഡോക്ടർ വേണു IAS അവർകളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് വിശിഷ്ട വ്യക്തിയായി ഈ വേദിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ സുജിത് IAS അവർകളെയാണ്. അദ്ദേഹം പറമ്പിക്കുളം ടൈഗർ റിസർവിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. 2 മാസത്തിന് മുമ്പ് നമ്മൾ പറമ്പിക്കുളത്ത് ഒരു 5 ദിവസത്തെ ക്യാമ്പ് നമുക്കുണ്ടായിരുന്നു. അവിടെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തെ വ്യക്തിപരമായി അടുത്തറിയാനും കഴിഞ്ഞു. ആ ഒരു യാത്രയിൽ അദ്ദേഹം നമുക്ക് നൽകിയ സ്നേഹം, ആദരവ് ഇതെല്ലാം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ യാത്രയിൽ പങ്കെടുത്ത എല്ലാവരും അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളെപ്പോലെ പോകാൻ കഴിയാത്ത വ്യക്തികൾക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും കൂടിയായിരുന്നു. അത്തരത്തിൽ നമ്മുടെ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരുന്നു. ഒരു 10 മിനിറ്റിന് മുമ്പ് അദ്ദേഹത്തിന് പോകേണ്ടിയിട്ടുള്ളതിനാൽ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം നിന്നുള്ള രാജൻ പൊതുവാൾ സാറിനെയാണ് സ്വാഗതം ചെയ്യാനുള്ളത്. സാറിനെ ഫോട്ടോഗ്രാഫർമാരായ നമ്മളെ ആരെയും സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം തന്നെയില്ല. അദ്ദേഹം നമ്മുടെ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തുടക്കം മുതലേ സഹകരിച്ച് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വളരെ സ്നേഹാദരവോടുകൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമുക്കിവിടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന പാരമൗണ്ട് കളർ ലാബിൻ്റെ MD സുരേഷ് കുമാർ സാറിനെയാണ്. ഈ കൂട്ടായ്മയുടെ തുടക്കം മുതൽ ഈ കൂട്ടായ്മയുടെ വിജയത്തിൻ്റെ ഓരോ പടവുകളിലും പാരമൗണ്ട് എന്ന സ്ഥാപനത്തിൻ്റെ അവരുടെ ഒരു കൈത്താങ്ങ് എപ്പോഴും ഈ നിമിഷം വരെയും അത് ചെറുതല്ല. അത് ഈ വേദിയിൽ എടുത്തു പതിരാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ പ്രാവശ്യം നമുക്കൊരു നാഷണൽ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നടത്താൻ നമ്മളെ സഹായിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ ഒരു മത്സരം നടത്തുന്നത്. എല്ലാ വർഷവും ഈ ഒരു മത്സരം നടത്താമെന്ന് അവർ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ എക്സിബിഷൻ്റെ ചിത്രപ്രദർശനങ്ങളുടെ എല്ലാം ചിത്രങ്ങളും എന്താവശ്യം നമ്മൾ പറഞ്ഞാലും ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താതെ നീ എന്ത് ചെയ്യണം എന്ന് ആണ് അദ്ദേഹം എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളത്. അത്തരത്തിൽ ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം സഹകരിക്കുന്ന സുരേഷ് കുമാർ സാറിനെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഫോട്ടോഗ്രാഫറായ സുരേഷ് ഇളമൽ സാറിനെയാണ്. സാറിനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഫോട്ടോഗ്രാഫി മേഖലയിൽ അദ്ദേഹത്തിൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. നമ്മുടെ ഈ ക്ലബിനോട് ചേർന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സുരേഷ് ഇളമൽ സാറിനെ സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഫോട്ടോ പാർക്ക് ഡിജിറ്റൽ കളർ ലാബിൻ്റെ MD സ്റ്റാൻലി സാറിനെയാണ്. അദ്ദേഹവും ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം സഹകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ വാർഷികത്തിനും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥത കാരണം പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് മോഹൻ പെരുന്താന്നി സാറിനെയാണ്. സാറിനെയും ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ പരിപാടികൾക്കും നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന അദ്ദേഹം വളരെ ചുരുക്കം വാക്കുകളിലൂടെ വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന മോഹൻ പെരുന്താന്നി സാറിനെയും വളരെ സ്നേഹാദരവോടുകൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് സാലിപ്പാലൂട് സാറിനെയാണ്. അദ്ദേഹത്തെക്കുറിച്ചും നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മളെ ക്ലബിൻ്റെ ഓണറി മെമ്പറാണ്. ഫോട്ടോഗ്രാഫർ എന്നതിനുപരി അദ്ദേഹം പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ആ രീതിയിലും അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് കുഞ്ഞികൃഷ്ണൻ സാറിനെയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അദ്ദേഹവും എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ ക്ലബ്ബുകളിലെ എല്ലാ പരിപാടിക്കും നമ്മളോടൊപ്പം വരികയും സഹകരിക്കുകയും നമ്മുടെ ഈ ഫോട്ടോഗ്രാഫി മത്സരത്തിൻ്റെ ജൂറി അംഗമായിരുന്ന അദ്ദേഹത്തെയും സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ബാലൻ മാധവൻ സാറിനെയാണ്. സാറിനെയും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ ക്ലബിൻ്റെ ചീഫ് അഡ്വൈസറും കൂടിയാണ്. ഈ ക്ലബിൻ്റെ ഓരോ വളർച്ചയിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ ക്ലബിനെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും വളരെ സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് രമാകാന്ത് സാറിനെയാണ്. മനു രമാകാന്ത് സാറിനെയാണ്. അദ്ദേഹം SN കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളും നിരന്തരം വീക്ഷിക്കാറുണ്ട്. നമ്മുടെ പ്രദർശനങ്ങളിലെ ഫോട്ടോസ് കാണാറുണ്ട്. നമുക്ക് വേണ്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരാറുണ്ട്. ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സാറിനെയും വളരെ സ്നേഹാദരവോടുകൂടി വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഫോട്ടോ പാർക്ക് കളർ ലാബ് ഉടമ കമൽ സാറിനെയാണ്. അദ്ദേഹം തമിഴ്നാട്ടിലാണ് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളോടൊപ്പം തുടക്കം മുതലേ സഹകരിച്ച് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. ഇപ്രാവശ്യം അദ്ദേഹം എത്തിച്ചേരാമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ കാരണം എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ബാബു രംഗരാജ് സാറിനെയാണ്. അദ്ദേഹം കിഡ്സിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. ഈ ക്ലബിൻ്റെ മെമ്പറാണ്. നിരവധി ദേശീയ അന്തർദേശീയ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിലെ അവാർഡ് ജേതാവാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ക്ലബിൻ്റെ ഒരു അഭിമാനവും കൂടിയാണ്. അദ്ദേഹത്തെയും വളരെ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ ഗുരുവന്ദനം ആദരവ് ഏറ്റുവാങ്ങാനും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കുള്ള ആദരവ് ഏറ്റുവാങ്ങാൻ വന്നവർ, അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നവർ, അതുപോലെ ഇന്ന് 3 ദിവസമായി നമ്മുടെ ഈ പരിപാടിയിൽ വിവിധ കമ്പനികളുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്, പ്രസൻറ്റേഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിനൊക്കെയായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ക്യാമറ കമ്പനികൾ, അതുപോലെ അനുബന്ധ ഉപകരണങ്ങളുമായി പ്രദർശനം നടത്തിയവർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ ഞാൻ കാരണമായിട്ടുണ്ടെങ്കിലും ദയവായി ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പ്രവീൺ പ്രണവം. അടുത്തതായിട്ട് ഉദ്ഘാടന ചടങ്ങാണ്. മീഡിയ മീറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഉദ്ഘാടനവും ഗുരുവന്ദനവും ഫോട്ടോഗ്രാഫി അവാർഡ് വിതരണവുമാണ്. അതിനായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി കേരള മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു IAS അവർകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ശ്രീ അനിൽകുമാർ, ഈ മേഖലയിലെ തലമൂത്ത അംഗങ്ങൾ, ഇന്നിവിടെ നമ്മുടെ വന്ദനം സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുക്കന്മാർ, ഫോട്ടോഗ്രാഫി മേഖലയിലെ സീനിയറായിട്ടുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട്. ഇവിടെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ ഈ പ്രധാനപ്പെട്ട ഈ പരിപാടിയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മീഡിയ മേറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ശ്രീ ബാലൻ എന്നോട് വളരെ വാചാലമായി തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയുകയായിരുന്നു, ഫോട്ടോഗ്രാഫർമാരുടെ ഈ കൂട്ടായ്മയിൽ ഈ സമ്മേളനത്തിൽ എത്താൻ സാധിച്ചപ്പോൾ ഏറെ സന്തോഷം എനിക്കുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിലും ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. എൻ്റെ ഏക മകളുടെ ഭർത്താവ് ഫോട്ടോഗ്രാഫി ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർമാരുടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ ഏറെ സന്തോഷമുണ്ടായി, അഭിമാനമുണ്ടായി.
മീഡിയ മേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും സ്വാഗത പ്രസംഗികൻ ഇതിൻ്റെ ദാർശനികമായ ഒരു വശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതേറെ ഹൃദ്യമായി തോന്നി എനിക്ക്. കാരണം നമ്മുടെ പ്രൊഫഷണലായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇടയിലും സ്വന്തം സമൂഹത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചും സഹജീവികളെക്കുറിച്ചും എല്ലാം ആലോചിക്കുവാനും ഈ വ്യക്തിപരമായും കൂട്ടായ്മയിലൂടെയും തിരിച്ച് നമുക്കെന്ത് നൽകാൻ സാധിക്കുമെന്ന ഏറ്റവും ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഒരു സംഘം 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ഏറെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് കണ്ടപ്പോഴും ഏറെ ആഹ്ലാദമുണ്ടായി. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഇന്നിപ്പോൾ കൃത്രിമമായ ഉൽപാദന മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും അത്ഭുതത്തോടെ, ഈ മേഖലയിൽ ഇല്ലാത്തവർ അത്ഭുതത്തോടെ കാണുന്ന ഒരു വളരെ ക്രിയാത്മകമായ മേഖലയായ ഫോട്ടോഗ്രാഫിയിലൊക്കെ തന്നെ ഇന്നിപ്പോൾ AI കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാത്രമല്ല, മറ്റു എല്ലാ മേഖലകളിലും ഓരോ തരത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നാക്രമണം നടക്കുന്നത് പോലെയാണ് ഇന്ന് ഈ കൃത്രിമമായ ഒരു ലോകത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കുവാനും അതൊപ്പിയെടുക്കുവാനും തങ്ങളുടെ സാങ്കേതിക വിദ്യകൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ മാത്രമായിട്ടുള്ള ഒരനുഗ്രഹമായിട്ടുള്ള നമ്മുടെ ആ അകക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുവാനും ഒക്കെ ഒരു ഫോട്ടോഗ്രാഫർക്ക് സാധിക്കുന്നു. തൻ്റെ മനനത്തിലൂടെ, തൻ്റെ ഉൾക്കാഴ്ചയിലൂടെ മറ്റുള്ളവർ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ അതിൽ ഒരംശമെങ്കിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു പാഠവും ഒരു ഫോട്ടോഗ്രാഫർ സ്വായത്തമാക്കുന്നു. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു കാര്യമാണ് നേച്ചർ ഫോട്ടോഗ്രാഫി. അതിലേറെ അനുഗ്രഹീതരായിട്ടുള്ള കുറേ പേരുടെ ഏറ്റവും നല്ല വർക്കുകൾ ഇവിടെ ഇന്ന് പ്രദർശനത്തിലുണ്ട്. ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു. അതിലേറ്റവും മികച്ചതായിട്ടുള്ള കുറച്ച് പേർക്ക് അവാർഡുകൾ നൽകുന്നു, അല്ലാത്തവരെ നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതിലൂടെ വലിയൊരു പാഠം, വലിയ ഒരു സന്ദേശം സമൂഹത്തിനും പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയ്ക്കും നൽകാൻ നിങ്ങളുടെ ഈ സംരംഭത്തിലൂടെ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ പരിപാടി ഇവിടെ ഇതുപോലെ വളരെ വിജയകരമായി സംഘടിപ്പിക്കാൻ നമ്മുടെ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഫോട്ടോ സ്റ്റുഡിയോസിൻ്റെയും എല്ലാം സീനിയറായിട്ടുള്ള ശ്രീ ബാലനെ പോലെ, ശ്രീ പൊതുവാളിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയ ചില മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് മുൻപേ പോയ ഗുരുക്കന്മാരെയും സീനിയറായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയും എല്ലാം ആദരിക്കാൻ കൂടി നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്ന് കാണുമ്പോഴും സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു വേണു സർ. അടുത്തതായി ഗുരുവന്ദനമാണ്. ക്ലബിൻ്റെ തുടക്കം മുതലേ ഗുരുക്കന്മാരായ മുതിർന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ എക്കാലവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു പോരുന്നു. 3ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഗുരുവന്ദനം ആദരവ് ഏറ്റുവാങ്ങാൻ പാറശാല വെൽക്കം സ്റ്റുഡിയോ ഉടമ മുരളീധരൻ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരം നൽകുന്നതിനായി ഡോക്ടർ വേണു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തതായി ആദരവ് നൽകുന്നതിനായി ശ്രീ വേണു സാറിനെയും ഗുരുവന്ദനം ആദരവ് ഏറ്റുവാങ്ങുന്നതിലേക്കായി കഴക്കൂട്ടം അശ്വതി സ്റ്റുഡിയോ ഉടമ ശ്രീ അനിൽകുമാർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുവന്ദനം ആദരവ് നൽകുന്നതിനായി ശ്രീ വേണു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ഗുരുവന്ദനം ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ദാസ് സ്റ്റുഡിയോ ഉടമ ക്രിസ്തുദാസ് അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഫോട്ടോഗ്രാഫി അവാർഡ് വിതരണമാണ്. അവാർഡ് വിതരണം നിർവഹിക്കുന്നത് വേണു സാറാണ്. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്ന്, രണ്ട്, മൂന്ന് സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളവർക്കുള്ള സമ്മാനത്തുക സംഭാവന നൽകിയിട്ടുള്ളത് പാരാമൗണ്ട് വേലായുധ മെമ്മോറിയൽ സ്മരണാർത്ഥം മകൻ ശ്രീ പാരാമൗണ്ട് സുരേഷ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് പ്രൈസ് സുദീപ് ദാസ് കൊൽക്കത്ത. അദ്ദേഹം എത്തിയിട്ടില്ല ഈ വേദിയിൽ. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ. അടുത്ത് I will not be able to attend the function on April 2025. സെക്കൻഡ് പ്രൈസ് ആർഗ്യ അധികാരി കൊൽക്കത്ത. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. I will not be able to attend the award ceremony on 6th April 2025. I would have loved to be there in person to celebrate this occasion, but due to unavoidable circumstances, I won't be able to make it. തേർഡ് പ്രൈസ് രാജർഷി റോയ് കൊൽക്കത്ത. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വീഡിയോ പ്രസന്റേഷൻ കാണാം. This is Rajarshi here. I am honored by the recognition and support from the organizers of the Media Mix Wild Frames Photography Contest. അടുത്തതായി അനിൽ ഫോക്കസ് മെമ്മോറിയൽ സ്പെഷ്യൽ ജൂറി അവാർഡ് വിതരണമാണ്. ബെസ്റ്റ് മാക്രോ അതുൽ റോയ് ട്രിവാൻഡ്രം. വേണു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ബെസ്റ്റ് ലാൻഡ്സ്കേപ്പ് അവാർഡാണ്. അവാർഡ് നൽകുന്നതിനായി വേണു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിസാം കൊല്ലമാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ബെസ്റ്റ് ആക്ഷൻ അവാർഡ് വിതരണമാണ്. അവാർഡ് നൽകുന്നതിനായി വേണു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അവാർഡ് വിന്നർ സുദീപ് ദാസ് കൊൽക്കത്ത. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. അടുത്തതായി സ്പെഷ്യൽ ജൂറി മെൻഷൻ അവാർഡ്സ് ആണ്. ഡോക്ടർ മഹേഷ് മലപ്പുറം, നൗഷാദ് അലി മലപ്പുറം, KB വിജയൻ കോട്ടയം, ആർഗ്യ അധികാരി കൽക്കത്ത, MA ലത്തീഫ് മലപ്പുറം. അവാർഡ് നൽകുന്നതിനായി വേണു സാറിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി പ്രസാദ് തൃശൂർ. അടുത്തതായി ഡോക്ടർ KM ആനന്ദ് കൊച്ചി. അടുത്തത് ദിപിൻ കുന്നിരിക്കൽ കണ്ണൂർ.
ചന്ദ്രശേഖർ ദാസ് ജി കോട്ടഗിരി, പ്രവീൺ പ്രേംകുമാർ ബാംഗ്ലൂർ, ആനന്ദ് മോഹൻ കൊച്ചി. അടുത്തതായി ക്ലബ് മെമ്പേഴ്സിനുള്ള പ്രതിമാസ മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി വേണു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം പ്രവീൺ പ്രണവം, വെൽക്കം ടു ദി സ്റ്റേജ്. രണ്ടാം സമ്മാനം ശ്രീദേവ് ഡിക്കാണ്, വെൽക്കം ടു ദി സ്റ്റേജ്. മൂന്നാം സമ്മാനം അനിൽകുമാർ ഉണ്ണീസ് പാർശാല, വെൽക്കം ടു ദി സ്റ്റേജ്. അടുത്തതായി ക്ലബ്ബ് പുറത്തിറക്കുന്ന മാഗസിൻ്റെ പ്രകാശനമാണ്. ശ്രീ ബാലൻ മാധവൻ സാർ, മുൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു IAS അവർക്ക് ആദ്യ പതിപ്പ് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേണു സാറിന് ഉപഹാരം നൽകുന്നതിനായി ശ്രീ ബാലൻ മാധവൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മാഗസിൻ്റെ ഓൺലൈൻ പ്രസൻറ്റേഷനാണ്. അടുത്തതായി വിശിഷ്ട അതിഥിയായി എത്തിയ ശ്രീ രാജൻ പൊതുവാൾ സാറിന് സ്നേഹാദരവ് നൽകുന്നതിലേക്കും
രണ്ട് വാക്ക് സംസാരിക്കുന്നതിനുമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബാംഗം കൂടിയായ ശ്രീ വേണു ബാലൻ, ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള സുഹൃത്തുക്കളെ, 3 വർഷം മുന്നേ ഈ ക്ലബിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ഉണ്ണി ക്ഷണിച്ചിരുന്നു. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നാണ് ഒരു വാക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. പക്ഷേ ഉണ്ണിയെ കണ്ടാൽ ഊരിലൊരു പഞ്ഞവുമില്ല. ഫോട്ടോഗ്രാഫി ഒന്നുകൂടെ വണ്ണം വെച്ചു എന്നാണ് തോന്നുന്നു. എന്നാൽ ഇത്രയും മനോഹരമായ ഈ കാപട്യവും കളങ്കവുമുള്ള ഈ ലോകത്ത് ഞാൻ നടന്നു നോക്കിയായിരുന്നു. എന്തൊരു രസമാണ്. നമുക്ക് തന്നെ സംസാരിക്കാൻ പറ്റുന്ന പല ചിത്രങ്ങളുമുണ്ട്. ഏത് ചിത്രമാണ് എങ്ങനെയാണിത് ഇവർ ജഡ്ജ് ചെയ്ത് എനിക്കറിയില്ല. എല്ലാ ചിത്രങ്ങളും മനോഹരമായിരുന്നു. ഒരുപക്ഷെ ഞാൻ പോലും അസൂയപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇവർ എടുക്കുന്നതെന്ന്. കാരണം ഒരു 10-40 വർഷം ഫോട്ടോഗ്രാഫി ഇതിൽ ഞാൻ ജോലി ചെയ്യുന്നെങ്കിലും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്കിതുപോലെ ടെക്നോളജി ഉപയോഗിക്കാനോ ഇങ്ങനത്തെ ക്യാമറ ഉപയോഗിക്കാനോ ഭാഗ്യം ഉണ്ടായിട്ടില്ല. വളരെ സാധാരണ ഉള്ള ഒരു 120 ക്യാമറയും ചെറിയ ഒരു 35mm ക്യാമറയും വെച്ചാണ് ഞാനൊക്കെ എൻ്റെ ഫോട്ടോഗ്രാഫി തുടങ്ങിയത്. ഇത്രയും അത്യാധുനിക ക്യാമറയൊക്കെ ഈ ഫോട്ടോഗ്രാഫർമാർക്ക് കിട്ടിയത് ദൈവവിധിയാണ്, ഭാഗ്യമാണ് അവരുടെ. അതിൽ ഞാൻ സത്യമായി അസൂയപ്പെടുകയാണ്, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എന്തായാലും ഈ ഫോട്ടോഗ്രാഫി ഇത് കൊണ്ട് നടത്താനും ഇതുപോലെ നിലനിർത്താനും ഈ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു എന്താ പറയുക, ഇതൊരു ഭാഗ്യമാണ്. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാനിതൊന്നും കാണുന്നില്ല, എനിക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ചില ചിത്രങ്ങളുണ്ട്. അതിനൊക്കെ ഇവർക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. അവരുടെ മനസ്സ് ഇതുപോലെ നന്നായിരിക്കട്ടെ. നല്ലത് മാത്രമേ കണ്ടുള്ളൂ, ചീത്തയായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരെ പ്രായമുള്ളവരുണ്ട്, സാലിയൊക്കെ ഇരിക്കുന്ന ഇവിടെ, എൻ്റെ പ്രായമായിരിക്കും സാലിക്ക്. അപ്പോൾ ഇവരെയും ഞാൻ അനുമോദിക്കുന്നു. ഇവിടെ ആദരവ് ലഭിച്ച എൻ്റെ മുന്നേ നടന്നു പോയ പലരെയും ആദരിച്ചു. വളരെ നല്ല കാര്യം. പിന്നെ ഈ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് 1ാം വർഷത്തിൽ നമ്മൾ കൂടെ പരിചയപ്പെട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുത്താണ്. ഇപ്പം അദ്ദേഹം ഇല്ല. മനുഷ്യൻ്റെ ഒരു ശീലമാണത്. ഇന്നലെ കണ്ടവരെ നാളെ കാണില്ല. അവരെ ഓർമ്മിച്ചത് ഉണ്ണിയുടെ വലിയൊരു മനസ്സാണ്. ഉണ്ണിയുടെ കൂടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്, അവരെയും ഞാൻ അനുമോദിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഇത് നടത്തിയതിന് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുടുംബാംഗമായ വേണുവിൻ്റെ ഭാര്യ IAS ചീഫ് സെക്രട്ടറിയാണ്. അവരോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരുപാട് ചുമരുകൾ വെറുതെ കിടക്കുന്നുണ്ട് ഇല്ലേ. നമ്മുടെ എന്തെല്ലാം കെട്ടിടങ്ങളുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, എന്തെല്ലാം ഓഫീസുകളുണ്ട്. ഈ ചിത്രങ്ങൾ ഏതെങ്കിലും കുറച്ച് ചിത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയൊരു പ്രചോദനമായിരിക്കും. സർക്കാരിന് കൂടി ആലോചിക്കാവുന്നതാണ്. ഈ ചിത്രങ്ങളൊക്കെ ചുമര് തൂക്കിയിട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, വേറെ പലതും കാണുന്നതൊക്കെ നല്ല സൗന്ദര്യം കൊണ്ടുള്ള ഫോട്ടോ കാണാം. അതിനൊന്ന് വേണു സാറ് മാഡത്തിനോട് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ണിയെ ഏൽപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാം. കൂടുതലൊന്നും പറയാനില്ല. എന്നെ വിളിച്ചതിന് നന്ദി, സ്നേഹം, സന്തോഷം. താങ്ക് യു. ആദ്യമായി സ്നേഹാദരം നൽകുന്നത് 150-ലേറെ ചലച്ചിത്രങ്ങൾക്ക് നിശ്ചല ഛായാഗ്രഹണം നിർവഹിക്കുകയും മുൻ ചലച്ചിത്ര എഡിറ്റോറിയൽ ബോർഡ് അംഗവും ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ ഹരി തിരുമല അവറുകളെയാണ്. പക്ഷേ അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തതായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽക്കേ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നു വരികയും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുകയും ഇന്നും ഫോട്ടോഗ്രാഫി മേഖലയിൽ തനതായ വ്യക്തിത്വം പതിപ്പിച്ച് മുന്നേറുന്ന ക്ലബിൻ്റെ വൈസ് പ്രസിഡൻ്റായ അനിൽകുമാർ അവർകളാണ്. പക്ഷേ അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം.
അടുത്തതായി സ്നേഹാദരം നൽകുന്നതിനായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ ബിനു വെള്ളായനിയെ സ്നേഹാദരവ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹാദരം നൽകുന്നതിനായി ശ്രീ രാജൻ പൊതുവാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തതായി സ്നേഹാദരം നൽകുന്നതിനായി ശ്രീ രാജൻ പൊതുവാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹാദരം സ്വീകരിക്കുന്നതിനായി 2025 കേരള സർക്കാരിൻ്റെ കുടുംബശ്രീ നേർക്കാഴ്ച എന്ന വിഷയത്തിലെ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡ് ജേതാവായ ശ്രീ രതീഷ് കാഞ്ഞിരംകുളത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തതായി നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ ക്ലബിൻ്റെ അഭിമാനമായി മാറിയ ക്ലബ് അംഗമായ ശ്രീ ബാബു രംഗരാജ് അവർകളെ ആദരവ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്നേഹാദരം നൽകുന്നതിനായി ശ്രീ രാജു പൊതുവാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2025 നിരവധി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ ശ്രീ ബാബു നൈസ് അവർകളെ ആദരവ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹവും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ലൊരു കൈയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാം. അടുത്തതായി രാജൻ പൊതുവാൾ സാറിന് അടുത്തതായി ക്ലബ് അംഗങ്ങൾക്കായി നടത്തിവരുന്ന ഫോട്ടോഗ്രാഫി മത്സര വിജയികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനായി ശ്രീ രാജൻ പൊതുവാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീദേവ് തിരുവനന്തപുരത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തതായി ശ്രീ രാജു സുന്ദരം തിരുവനന്തപുരത്തിന് അവാർഡ് നൽകുന്നതിനായി ശ്രീ രാജൻ പൊതുവാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തത് ശ്രീ സജു സത്യൻ തിരുവനന്തപുരത്തിനാണ്. അവാർഡ് നൽകുന്നതിനായി ശ്രീ രാജൻ പൊതുവാൾ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി അനിൽകുമാർ പാറശാല. ശ്രീ അനിൽകുമാർ പാറശാലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മൊമെൻ്റ് സ്വീകരിക്കുന്നതിനായി ശ്രീ ഉണ്ണി ഒളിമ്പിയ തിരുവനന്തപുരത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി മൊമെൻ്റ് സ്വീകരിക്കുന്നതിനായി ശ്രീ പ്രവീൺ പ്രണവത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി ശ്രീകാന്തം സഹായനിധി കൈമാറ്റമാണ്. സഹായനിധി കൈമാറുന്നതിന് ക്ലബ് പ്രസിഡന്റ് അനിൽകുമാർ സാറിനെയും ഏറ്റുവാങ്ങുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സാദരം ക്ഷണിക്കുന്നു.
അടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനമാണ്. മീഡിയ മീറ്റ്സ് നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബ് എല്ലാ വർഷവും പഠനത്തിനും കലാ സാംസ്കാരിക രംഗങ്ങളിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പ്രചോദനത്തിനായി അവരെ വേദിയിൽ അനുമോദിച്ചു വരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നൽകുന്നതിലേക്കായി ശ്രീ ബാബു രംഗരാജ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിലേക്കായി SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ നിവേദ്യ ML നായരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി അനുമോദനം നൽകുന്നതിനായി ശ്രീ മോഹൻ പെരുന്താന്നി സാറിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിലേക്കായി കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ പ്രയാഗ S കൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി സ്വാഗതം ചെയ്യാം. അടുത്തതായി അനുമോദനം നൽകുന്നതിലേക്കായി ശ്രീ സാലി പാലോട്ട് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിലേക്കായി കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ V പവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി അനുമോദനം നൽകുന്നതിനായി ശ്രീ ബാലൻ മാധവൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുന്നതിലേക്കായി സർവോദയ സ്കൂൾ നടത്തിയ ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെ മികച്ച പ്രതിഭയ്ക്കുള്ള അംഗീകാരം കരസ്ഥമാക്കിയ കീർത്തി കൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് ആ മോളെ പ്രോത്സാഹിപ്പിക്കാം. അടുത്തതായി ആശംസാ പ്രസംഗമാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിലേക്കായി പാരാമൗണ്ട് ഫോട്ടോ പ്രസ് MD ശ്രീ അനിൽകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോറി, അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ശ്രീ ബാബു രംഗരാജ് സാർ ഡോക്ടർ വേണു സാറിന് ഉപകാരം സമർപ്പിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ മോഹൻ പെരുന്നാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാന്യരായ ഗുരുവന്യരായിട്ടുള്ള ആൾക്കാർ രണ്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ഈ വിശിഷ്ടാതിഥി? ഇവിടെ യഥാർത്ഥത്തിൽ വിശിഷ്ടാതിഥി എന്നുള്ള വ്യക്തി ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോയ ബഹുമാന്യനായ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി. ബാക്കി ആരും വിശിഷ്ടാതിഥികളല്ല. കാരണം എല്ലാവരും സംസാരിച്ച എല്ലാവരും പറഞ്ഞു, ഞാനൊക്കെ 3 വർഷം 4 വർഷമായിട്ട് ഈ സംഘടനയുമായിട്ട് വളരെ അവൈദ്യമായ ബന്ധം പുലർത്തുന്നവരാണ്. അത്തരത്തിലുള്ള ഒരാളെ വിശിഷ്ടാതിഥിയായി കുറയ്ക്കേണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട്
ഞാൻ ഉൾപ്പെടെ ശ്രീ ബാലൻ ഉൾപ്പെടെ ശ്രീ പൊതുവാൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും വിശിഷ്ടാതിഥികളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് വൺ തിങ്. അടുത്തത്, നമ്മൾ എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേകതയുണ്ട്, കാണാനുള്ള കഴിവ്. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ കാണുന്നതും സാധാരണക്കാർ കാണുന്നതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ഫോട്ടോഗ്രാഫർ കാണുന്നത് ഒരു കമ്പോസ്ഡ് ഫ്രെയിമായിരിക്കും മിക്കപ്പോഴും. ജീവിതത്തിലെ അനുനിമിഷം കാണുന്ന ഓരോ സന്ദർഭങ്ങളും അങ്ങനെ കമ്പോസ്ഡ് ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവർ കാണുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോകുമെങ്കിലും ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിശ്ചലവും വളരെ കൃത്യവുമായ അളവുകൾ വെച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന ചിത്രങ്ങൾക്കുണ്ടാകുന്ന മേന്മ അതും കൂടി ഫോട്ടോഗ്രാഫർ മനസ്സിലാക്കിയിരിക്കും. അതാണ് സാധാരണ കാഴ്ചയും ഫോട്ടോഗ്രാഫറുടെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ബഹുമാന്യ പൊതുവാൾ സാർ പറഞ്ഞതുപോലെ കുറഞ്ഞ പക്ഷം ഈ ഫോട്ടോഗ്രാഫിൻ്റെയൊക്കെ ഉടമസ്ഥർക്ക് കുറച്ച് പ്രചോദനം കിട്ടുന്ന കാര്യമായ സർക്കാർ തലത്തിലുള്ള വിലയ്ക്ക് വാങ്ങൽ വളരെ 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 അഭിനന്ദനാർഹമാണ്. അങ്ങനെ ഒരു കാര്യം ശ്രീ പൊതുവാൾ സൂചിപ്പിച്ചത് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റമായി ഞാൻ കണക്കാക്കുന്നു. ആ നിലയ്ക്ക് അതിന് വളരെ ആശംസ തരുന്നു. പിന്നെ ഈ സംഘടന ഓരോ വർഷവും തോറും പുതിയ പുതിയ മേഖലകൾ കൂടെ കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്നു ഫോട്ടോഗ്രാഫിയിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു എക്സിബിഷൻ നടക്കുന്നു. ഈ എക്സിബിഷനെ സംബന്ധിക്കുന്ന ഒരു റിവ്യൂ ഫോട്ടോഗ്രാഫേഴ്സ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന മെമ്പേഴ്സായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഓരോ ചിത്രത്തിനെയും എടുത്ത് വിലയിരുത്തി അതിൻ്റെ മേന്മയും തിന്മയും അതിൻ്റെ ഗുണവിശേഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളും തമ്മിലുള്ള ഒരു ക്ലാസ് ഉണ്ടാവുന്നത് വളരെയേറെ നന്നായിരിക്കും എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് എല്ലാ വർഷവും അടുത്ത ഒരു 5-6 വർഷമെങ്കിലും കൂടെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങളെല്ലാവരും എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നന്ദി, നമസ്കാരം. നന്ദി ശ്രീ മോഹൻ സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിലേക്കായി ശ്രീ സാലി പാലിയോട്ട് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ പരിപാടിയുടെ അവസാന രംഗങ്ങളിലേക്ക് പോവുകയാണ്. ഒരു വലിയ പ്രസംഗത്തിൻ്റെ കാര്യങ്ങളില്ല ഫോട്ടോഗ്രാഫിയിൽ. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന തരത്തിലുള്ള നല്ല നിലവാരങ്ങളിലുള്ള ഫോട്ടോഗ്രാഫ്സുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് മുന്നേ നല്ല ഫോട്ടോഗ്രാഫി ക്ലാസ്സുകളും എല്ലാം കഴിഞ്ഞൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോഴെനിക്ക് ഇപ്പോഴും ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ക്ലബ്ബ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ ജൂൺ 5-ന് അവർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിരുന്നു. അവിടെ മരത്തൈകൾ വെച്ച് പിടിപ്പിച്ചു, പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ക്ലാസ് നടത്തി. അതേപോലെ എല്ലാ സ്കൂളുകളിലും ഈ ജൂൺ 5-ന് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തണം. അതേപോലെ വേനൽക്കാലങ്ങളിൽ പക്ഷികൾക്ക് വെള്ളം കുടിക്കാനും ബാക്കിയുള്ള എല്ലാവരുടെ വീടുകളിലും ഒരു പാത്രം വെക്കുകയാണെങ്കിൽ അതിൽ പക്ഷികൾ വന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് നല്ല ഫോട്ടോഗ്രാഫ് എടുക്കാനും കഴിയും. അത് എല്ലാ ആൾക്കാരും, കൊച്ചുകുട്ടികൾ, മുതിർന്നവരെല്ലാം അത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിൽ തന്നെ വനവും വന്യജീവികളും സംരക്ഷിക്കേണ്ട ബാധ്യത ഫോട്ടോഗ്രാഫർമാർ എന്ന നിലയിൽ നമുക്കുള്ളതാണ്. അതും മുന്നിട്ട് നിൽക്കേണ്ട ഒരു ഫോട്ടോഗ്രാഫേഴ്സാണ്. പച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നേച്ചർ ഫോട്ടോഗ്രാഫിയും ബാക്കിയുള്ളത് ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടുത്തെ ഈ പരിപാടിയിൽ 3 വർഷമായി പങ്കെടുക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ.
മുതിർന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ആദരിക്കൽ തുടങ്ങി ഫോട്ടോഗ്രാഫിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കഴിവുള്ള നല്ല ഒരു ടീം വർക്കുള്ള ഒരു പ്രസ്ഥാനമാണിത്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ, എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സാലി പാലിയോട്ട് സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നേച്ചർ ഫോട്ടോഗ്രാഫർക്ക് എപ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടത് പ്രകൃതിയോട് തന്നെയാണ്. ഇതിൽ 100-ലധികം പടങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്കറിയാം ഓരോ ഫോട്ടോഗ്രാഫറുടെയും ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷം അദ്ദേഹത്തിന് എന്തുമാത്രം ആത്മസംതൃപ്തിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കലക്റ്റീവായിട്ടുള്ള ഈ 100-ലധികം പിക്ചേഴ്സിൻ്റെ ഒന്നിച്ചുള്ള ഒരു ശക്തി ഒന്നാലോചിച്ച് നോക്കണം. ഓരോ ഫോട്ടോഗ്രാഫറുടെയും ഒരു ആത്മസംതൃപ്തി, ഏറ്റവും ആത്മസംതൃപ്തി കിട്ടിയ പടമാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് സബ്ജക്റ്റിനനുസരിച്ച്. പിന്നെ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും നല്ല പടം ഒരിക്കലും കിട്ടാറില്ല. ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഈസ് നെവർ ടേക്കൺ എന്നാണ് പറയുക. നമുക്ക് നഷ്ടപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ട്, അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല പടമായിട്ട് മാറേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഈസ് നെവർ ടേക്കൺ ബൈ എ ഫോട്ടോഗ്രാഫർ. അതൊരിക്കലും നമുക്ക് കിട്ടാറില്ല. നമുക്ക് മിസ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഏറ്റവും നല്ല ഫോട്ടോ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്ന ചില ഫ്രെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ മുമ്പൊക്കെ നമ്മൾ ഈ ഫിലിം ഉപയോഗിച്ച് പടം എടുക്കുമ്പോഴൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ്, നമ്മൾ കാട്ടിനകത്തോട്ട് ഒരു ഭാഗത്തോട്ട് നടക്കുമ്പോൾ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ ഫിലിം പെട്ടെന്നൊക്കെ തീർന്നു പോകും. കാരണം വളരെ കൂടുതൽ ഫിലിം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും അന്നില്ലായിരുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഒരുപാട് നല്ല സന്ദർഭങ്ങൾ. അന്നേരം ഫിലിമൊന്നും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഈ ക്യാമറയിലെ ബാറ്ററി തീർന്നു പോയി കാണാം. അങ്ങനെയുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് ഫോട്ടോഗ്രാഫീസ് നെവർ ടേക്കൺ എന്നുള്ള. പലപ്പോഴും നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാറില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിന് പ്രകൃതിയോടാണ് പ്രതിബദ്ധത വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ജൈവവൈവിധ്യമാണ് കാണിച്ചിരിക്കുന്നത്. മുഴുവനും ബയോഡൈവേഴ്സിറ്റി എലമെൻസിനെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നിലനിന്നാൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയ്ക്കും പടം എടുക്കാനുള്ള സബ്ജക്ട്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റ് വേണ്ടത് ഇതിൻ്റെ സംരക്ഷണത്തിനാണ്. എല്ലാം ഭീഷണി നേരിടുന്ന മൃഗങ്ങളും ഒക്കെയാണ്. ഓരോ പ്രദേശവും ഭീഷണി നേരിടുന്നുണ്ട്. ഇതിൽ ചില പ്രത്യേക പ്രദേശങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഭീഷണി നേരിടുന്നുണ്ട്. വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പക്ഷികളുടെ, ഇപ്പോൾ വേഴാമ്പലുകൾ, അതുപോലെ തന്നെ പെയിൻറ്റഡ് സ്റ്റോക്സ് ഉണ്ട്. അത്തരം പക്ഷികളുടെ അവരുടെ തണ്ണീർത്തടങ്ങളിലുള്ള പക്ഷികൾ, എല്ലാ തണ്ണീർത്തടങ്ങളും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൺസർവേഷനും അതിൻ്റെ സംരക്ഷണത്തിനും കൂടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് ഓരോ ഫോട്ടോഗ്രാഫറിനുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു അത് സാർത്ഥകമാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. തീർച്ചയായിട്ടും ആ സബ്ജക്റ്റിനോടുള്ള റെസ്പെക്റ്റ് അത് കാണിക്കുക. അതിനുള്ള ചില എത്തിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗ്യത്തിന് ഈ കോമ്പറ്റീഷനിൽ എവിടെയും കൂടുകളുടെ പടം വന്നില്ല. പക്ഷിക്കൂടുകളുടെ പടങ്ങൾ പൊതുവെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം അത് പലപ്പോഴും അൺഎത്തിക്കലായിട്ടുള്ള ചില പ്രാക്ടീസുകൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഫോട്ടോഗ്രാഫറും, ഓരോ നേച്ചർ ഫോട്ടോഗ്രാഫറും ഒരു പ്രകൃതി സംരക്ഷകൻ കൂടിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതിനുള്ള ആൾക്കാരെ കൂട്ടുന്ന ഒരു വേദിയായിട്ട് ഇത് മാറണം. നന്ദി ശ്രീ കുഞ്ഞികൃഷ്ണൻ സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ബാലൻ മാധവനൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയം വൈകി. ഫോട്ടോഗ്രാഫ് ഈസ് വർത്ത് 1000 വേർഡ്സ് എന്നാണ്. 1000 വാക്കുകൾക്ക് പകരം ഒരു ഫോട്ടോ കാണിച്ചാൽ മതി, വെറുതെ സംസാരിച്ച സമയം കളയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ വേറെ രസമുള്ള 1-2 കാര്യങ്ങൾ പറയാം. 1976 തോന്നുന്നു ഈ വോയേജർ 2 പോയതല്ലേ, 76 അല്ലേ നാസ. ഏത് വർഷം കൃത്യം ഓർമ്മയില്ല. എന്തായാലും 1976 എൻ്റെ ഓർമ്മ. നാസ നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായി ഒരു പ്രോബ് അയച്ചിരുന്നു. ഒരു പ്രോബ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചൊവ്വ കഴിഞ്ഞ്, വ്യാഴം കഴിഞ്ഞ്, ശനിയും കഴിഞ്ഞ്, യുറാനസും നെപ്റ്റ്യൂണും കഴിഞ്ഞ് പോകുന്ന സമയത്ത് അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ തിയററ്റിക്കൽ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ടുള്ള 1990 അദ്ദേഹം ഒരു റിക്വസ്റ്റ് നാസയ്ക്ക് കൊടുക്കുന്നു.
എന്തായാലും അങ്ങോട്ട് പോകുന്ന ഈ സാധനത്തിനെ എനിക്ക് വേണ്ടി ഒരു തവണ തിരിച്ചിട്ട്, ഭൂമിയുടെ നേരെ തിരിച്ചിട്ട് ഒരേ ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ ഫോട്ടോഗ്രാഫർമാരതുകൊണ്ട് അത് പറയുന്നത്. അങ്ങനെ കാൾ സാഗൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഈ പ്രോബ്, അതായത് പ്ലൂട്ടോ കഴിഞ്ഞ് നമ്മുടെ സൗരയൂഥം കഴിഞ്ഞിട്ടുള്ള ഈ ഔട്ടർ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഒരേ ഒരു തവണ ഫെബ്രുവരി 14 1990 ഇതൊന്ന് ഭൂമിയുടെ നേരെ തിരിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾ വെറുതെ സമയം കിട്ടുമ്പോൾ ഗൂഗിളിൽ എടുത്തിട്ട് ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് മാത്രം അടിച്ചാൽ മതി. ദ പെയിൽ ബ്ലൂ ഡോട്ട്. ഒന്നുമില്ല, ഈ കിടക്കുന്ന ഇങ്ങനെ ഈ വെറും ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ആകാശത്തിൻ്റെ ഈ പ്രപഞ്ചത്തിനകത്ത് ചെറിയ നീല നിറത്തിലുള്ള ഒരു പൊട്ട്, അതായിരുന്നു നമ്മുടെ ഭൂമി. ആ ഭൂമിയുടെ ഏറ്റവും ദൂരെ നിന്നും എടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ഒരു ഉപകരണം എടുത്തിട്ടുള്ള ചിത്രം. അത് ഇന്നും നമ്മളെ ഓരോ ദിവസവും ആ ചിത്രം നമ്മൾ കാണണം. രാവിലെ എണീക്കുമ്പം നമ്മൾ എന്തുമാത്രം നിസ്സാരമാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലിയൊരു ചിത്രമില്ല. ജസ്റ്റ് എ പെയിൽ ബ്ലൂ ഡോട്ട്. അതിനകത്താണ് നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയും പ്രപഞ്ചവും കടലും മലകളും എല്ലാം ഇരിക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നക്ഷത്രത്തിൻ്റെ, ആർക്കും വേണ്ടാത്ത ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഇസ്പയുടെ 7ാം കൂലിയായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ പേരാണ് ഭൂമി. കാരണം നമ്മളിരിക്കുന്ന ക്ഷീരപഥം എന്ന് പറയുന്ന ദ മിൽക്കി വേയിൽ ആർക്കും വേണ്ടാത്ത ഒരു മൂലയിൽ കിടക്കുന്ന ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മസിൽ ഭരിപ്പിച്ച് നമ്മൾ ഈ ജീവിതം കൊണ്ടുപോകുന്ന മുമ്പോട്ട്. അപ്പം നമുക്ക് എന്തുമാത്രം ഇത് പറയാൻ കാരണം, അവിടെയും നമ്മളെല്ലാം ഈ ഫോട്ടോഗ്രാഫർ വരുന്ന ആഗ്രഹിക്കുന്നത് നമ്മുടെ തന്നെ ഈ ഫോട്ടോഗ്രാഫിയാണ് അത് ലോകത്തെ കാണിച്ചത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് JWST, എത്ര പേർ കേട്ടിട്ടുണ്ടെന്നറിയില്ല, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പുറത്തോട്ട് വിട്ടിട്ട് ഇപ്പോൾ കഷ്ടിച്ച് 2-2.5 കൊല്ലമേ ആയിട്ടുള്ളൂ. ദിവസം തോറും അത് പ്രപഞ്ചത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് ഭൂമിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രങ്ങൾ കാണുന്നതോടുകൂടി ഇന്നലെ വരെ പറഞ്ഞിരുന്ന ബിഗ് ബാങ് തിയറി ഉൾപ്പെടെയുള്ള പ്രപഞ്ച സൃഷ്ടിയുടെ തിയറികൾ പോലും തെറ്റിപ്പോകുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നു. അവിടെയും ഫോട്ടോഗ്രാഫിയാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫറുടെ റോള് ചെറുതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മുടെ ചിത്രങ്ങൾക്കെല്ലാം ഒരു പർപ്പസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവിന് പുറകിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. നേച്ചർ ഫോട്ടോഗ്രാഫർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ചുറ്റും ദിവസവും നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല കാണിക്കേണ്ടത്, മറിച്ച് പ്രകൃതിക്ക് ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ഭാഗം കൂടെ നമ്മുടെ ക്യാമറയിൽ പതിയണം. മീഡിയ മേറ്റ്സിന് ഞാൻ അനുമോദിക്കുന്നത് ഒരു റെയിൽവേ ട്രാക്കിനകത്തുള്ള ഡ്രെയിനേജിനകത്ത് ഒരു അന്യദേശ തൊഴിലാളി മുങ്ങി മരിച്ചു ഏതാണ്ട് 1 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരൊരു ഫോട്ടോ എക്സിബിഷൻ ഇവിടെ ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരങ്ങളുടെ ചിത്രങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും മറ്റ് പല സ്കൂളുകളിലും അവർ കാണിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ പണിയുടെ ഒരു വലിയ ഭാഗമാണത്. ഇന്നും അവരന്വേഷിക്കുന്നുണ്ട്. കാരണം നെയ്യാറ്റിൻകരയിലും പാറശാലയിലും തിരുവനന്തപുരം നഗരത്തിലും ഒക്കെ ഉള്ള പല സ്കൂളുകളും നഗരസഭകളും അവരെ വിളിക്കുന്നുണ്ട്, ഈ ചിത്രങ്ങൾ കാണിക്കണം. അപ്പം നമ്മുടെ പണിയുടെ ഈ ഒരു ഭാഗം കൂടെ സൗന്ദര്യം ഒപ്പൽ മാത്രമല്ല പ്രകൃതി ഫോട്ടോഗ്രാഫി എന്നും, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്കൊക്കെ തരുന്ന കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളും അവാർഡുകളും എല്ലാം നമുക്ക് തരുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമറകൾ വല്ലപ്പോഴുമെങ്കിലും ദുരന്തങ്ങളുടെ ഭാഗത്തു കൂടെ കാണിച്ച് അതുവഴിയും ബോധവൽക്കരണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. നന്ദി ശ്രീ ബാലൻ മാധവൻ സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിലേക്കായി അസിസ്റ്റന്റ് പ്രൊഫസർ ബാബു രംഗരാജ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് ബാലൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ചുരുക്കി ഒരു 2 മിനിറ്റിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ലോകത്തെ ഏറ്റവും ഭയങ്കര ടഫസ്റ്റ് ജോബ് 2 ഞാൻ ഉണ്ട് ആക്ച്വലി. ഒന്ന് അധ്യാപകൻ,
അത് ഇന്നത്തെ കാലത്തിൽ പിള്ളേരെ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞാൽ ഉടനെ പരാതി എഴുതി പ്രിൻസിപ്പലിന് കൊടുക്കുകയാണ്. അധ്യാപകൻ ഞങ്ങളെല്ലാവരും കൂടെ കാലത്തെ കറക്റ്റ് 9 മണിക്ക് ക്ലാസ്സിൽ കയറാൻ വേണ്ടി നിർബന്ധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ബാലൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷമുള്ള ഒരു ബോധമാണ് ബീയിങ് എ ഫോട്ടോഗ്രാഫർ. അതും പ്രത്യേകിച്ച് ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി ഓരോരോ ഫോട്ടോഗ്രാഫേഴ്സും അവരവരുടെ വഴിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മുടെ മീഡിയ മേറ്റ്സിനെ കുറിച്ച് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഒരു കാട്ടിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. സ്കൂളുകളിലില്ല, ടീച്ചേഴ്സില്ല. എങ്ങനെ ഉരുണ്ട് ഹൈ റേഞ്ചിൽ നിന്ന് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴാണ് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ടോട്ടലി ന്യൂ ആണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെയും അതേസമയം ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയും അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഒരു വലിയ മനസ്സാണ്. അത് ഈ കാലഘട്ടങ്ങളിൽ ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു 17-18 വർഷം അനുഭവം കൊണ്ട് പറയാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വളർന്നു വരുന്ന അല്ലെങ്കിൽ മുതിർന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഫോട്ടോഗ്രാഫേഴ്സിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സോട് കൂടി കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്ന മീഡിയ മേറ്റ്സിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കയ്യടി കൊടുത്ത് അംഗീകരിക്കേണ്ടതാണ് അവരെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളായിട്ടും അതേസമയം ഒരുപാട് സോഷ്യൽ സർവീസായിട്ടും നമ്മുടെ മീഡിയ മേറ്റ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലൻ സാർ ജസ്റ്റ് മുന്നേ പറഞ്ഞതുപോലെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ISRO അക്കാഡമിക് ബന്ധമായിട്ടുണ്ട്. ISRO വിസിറ്റ് ചെയ്തപ്പം അവർ എന്നോട് ഒരു കോയിൻ ചെയ്തു ഇങ്ങോട്ട്, സാറിൻ്റെ കുട്ടികൾ റെഡി ആയിട്ടിരിക്കാൻ പറ. കാരണം ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഭൂമിയിലോട്ട് മാത്രമല്ല നിൽക്കാൻ പോകുന്നത്. ഭൂമി ആൾറെഡി കളിഞ്ഞു. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ പോയി നിലം കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു, ആൾസോ എക്സ്പ്ലോയിറ്റഡ്. എയറും ഇപ്പം അങ്ങനെയാണ്. ഇപ്പം നിലവിലുള്ള ഒരേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സ്പേസാണ്. ഇപ്പോൾ സ്പേസ് ടെക്നോളജി വളർന്നു വരികയാണ്. ഇപ്പോൾ സ്പേസ് ട്രാവലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അടുത്ത 5-10 വർഷത്തിനകത്ത് അതായിരിക്കും. അപ്പം നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന നിലയിൽ നമ്മളുടെ ഒരു ഏറ്റവും ഒരു വലിയ ചലഞ്ച് എന്താണെന്ന് അറിയാമോ? ഇനി സ്പേസ് ഫോട്ടോഗ്രാഫിയാണ്. ആൾറെഡി കുറേ ടെക്നോളജീസ് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി അടുത്ത 10 വർഷത്തിനകത്ത് ഭൂമിയിലുള്ള എല്ലാ ഫോട്ടോസെല്ലാം എടുത്ത് കളിച്ചിട്ട് നമ്മൾ നേരെ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ചിലപ്പം ചന്ദ്രനിലോ അല്ലെങ്കിൽ മാർസിലായിരിക്കും. അപ്പോൾ സ്പേസ് ഫോട്ടോഗ്രാഫി, അപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള ഒരു ബോധം ഉണ്ടാകുന്നത്. സോ നമ്മുടെ യാത്ര ഭൂമിയിലോട്ട് നിൽക്കുന്നില്ല. മീഡിയ മേറ്റ്സിൻ്റെ യാത്ര ഭൂമിയിലോട്ട് മാത്രം നിൽക്കുന്നില്ല. ഇനിയും ഇത് തുടർന്ന് ചന്ദ്രനിലും മാർസിലും എത്തിപ്പെടണം എന്നാണ് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം. അങ്ങോട്ട് നമ്മുടെ യാത്രയിൽ തുടരുമെന്ന ഒരു വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരു കാര്യം കൂടെ, നമുക്ക് ഒരുപാട് അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തുള്ള ജനറേഷൻസിന് ഈ എന്താണ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോ വളരെ ചുരുക്കത്തിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് നേരത്തെ ഉണ്ടായിരുന്ന വേണുസാർ. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ വേണുസാറാണ് എന്നെ കിഡ്സിലേക്ക് എടുക്കുന്നത് 2008. അങ്ങനെ 2009 മുതലാണ് അവിടെ ജീവനക്കാരനായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ എനിക്കൊരു കുറവുണ്ട്. അതേസമയം ഒരു പാഷനായിട്ടാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ പാഷനിലോട്ട് വന്നപ്പോൾ നമ്മൾ ഒരു മാനസികമായിട്ട് ഒരു ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ബാലൻ മാധവൻ സാർ. അപ്പം സാറിന് ഈ ഒരു വേദിയിൽ എൻ്റെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനും കൂടെ നൽകുകയാണ്. ചേട്ടാ പ്ലീസ്, ചെറിയ ടോക്കൺ ഓഫ് ലവ്. പ്ലീസ് സാർ, അത് കിഡ്സിൽ വെച്ച് സാർ നല്ലൊരു കൈയടി കൊടുക്കാം. So thank you so much for accepting my small token of love. അപ്പോൾ വിത്ത് ദിസ് എൻ്റെ ഒരു വാക്കുകൾ ചുരുക്കണം. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ശ്രീ ബാബു രംഗരാജ് സർ. അടുത്തതായി കൃതജ്ഞത ശ്രീ ഉണ്ണി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ മീഡിയ മേറ്റ്സിൻ്റെ സെക്രട്ടറിയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ നാഷണൽ ലെവൽ ചെയ്യാനൊരു പ്രചോദനം തന്നത്
ബാലൻചേട്ടനാണ്. അങ്ങനെ നാഷണൽ ലെവൽ ഫോട്ടോഗ്രാഫി പ്രദർശനം ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇങ്ങനെയും ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്രയ്ക്കും നല്ല ഫോട്ടോസായിരുന്നു. ജഡ്ജ്മെൻറ്റും അതിനേക്കാളും മികച്ചതായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മീഡിയ മാക്സ് വേണ്ടി സാറ് ചെയ്ത ഓരോ പ്രവർത്തനത്തിനും ആദ്യം ബാലമ്മ സാറിന് നന്ദി പറയുന്നു. പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് മീഡിയ മാക്സിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കാളിരാജ് മഹേഷ് കുമാർ സാർ, ഈ IPS സാറ് കൃത്യസമയത്തിന് വന്നിരുന്നു. ഈ ഫോട്ടോകളെല്ലാം വ്യക്തമായി പുള്ളി മനസ്സിൽ പതിപ്പിച്ചു. എന്തായാലും ആ സാറിനെ നമുക്ക് മീഡിയ മാക്സിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ മുഖ്യ പ്രഭാഷകനും ഉദ്ഘാടനമായ വേണു സാർ IAS, അദ്ദേഹത്തിന് എൻ്റെയും മീഡിയ മാക്സിൻ്റെയും പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് എടുത്തു പറയാൻ എല്ലാവരും ഗുരുക്കന്മാരാണ്, എല്ലാവരും ചേട്ടന്മാരാണ്. എല്ലാവരെയും ഈ വേദിയിൽ നമ്മൾ മീഡിയ മാക്സ് വിളിച്ച് അദ്ദേഹം ഹൃദയം കൊണ്ട് വന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൃതജ്ഞത അവസാനിപ്പിക്കും. ഈ യോഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.